PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഓപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റിംഗിലെ വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ്: മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, എലമെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഓരോ ഫേമും ആ ഫേമിൻ്റെ ടൈപ്പ് ആൻഡ് നാച്ചർ ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി അനുസരിച്ച് ഓരോ തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യാറ്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ബേസിക്കലി 2 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്: ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും. ഈ 2 മെത്തേഡ്സിനും രൂപമാറ്റം വന്നതാണ് ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങും. ഓരോന്ന് നോക്കാം. ആദ്യത്തേത് ജോബ് കോസ്റ്റിംഗ്. കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസാണ് ഈ ടൈപ്പ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ ഓരോ വർക്ക് ഓർഡറിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യാൻ കഴിയും ഈ ടൈപ്പ് കോസ്റ്റിങ്ങിൽ. യൂഷ്വലി ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയർ ഷോപ്പ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് എക്സെട്ര ഇത്തരം ഫേമുകളാണ് ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് സിമിലർ ടു ജോബ് കോസ്റ്റിംഗ് ബട്ട് ടേക്സ് ലോങ്ങർ ടൈം. കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും ഏകദേശം സിമിലർ ആണ്. എന്നാൽ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ ഒരു വർക്ക് തീരാൻ കൂടുതൽ ടൈം എടുക്കുന്നു. Contract costing applies to concerns engaged in constructional work of building, dams, bridges, roads, shipbuilding, etc. അതായത് ബിൽഡിംഗ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷണൽ വർക്കുകൾ നടത്തുന്ന ഇൻഡസ്ട്രീസ് ആ ഒരു വർക്കിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. ഇതും ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡിൽ ഒരു വർക്കിനെ കുറേ ബാച്ചുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എ ബാച്ച് മേ റെപ്രസെൻറ്റ് എ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് പാസ്ഡ് ഇൻ ബാച്ചസ് ത്രൂ ദ ഫാക്ടറി. എ ബാച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. ഒരു ബാച്ച് എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. കോസ്റ്റ് ആർ അസർട്ടൈൻ സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ബാച്ച്, നോട്ട് ഈച്ച് പ്രോഡക്റ്റ് ഓർ ജോബ്. ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റാണ് അസർട്ടൈൻ ചെയ്യുന്നത്. ഈ തരം കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് മെഡിസിൻസ്, ബിസ്ക്കറ്റ്സ്, സ്പെയർ പാർട്സ് ആൻഡ് കമ്പോണൻസ്. ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റാണ് അസർട്ടൈൻ ചെയ്യുന്നത്. ഈ ബാച്ച് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് മെഡിസിൻസ്, ബിസ്ക്കറ്റ്സ്, സ്പെയർ പാർട്സ്, കമ്പോണൻസ് ഇതെല്ലാം മേക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണ്. നാലാമത്തെ ടൈപ്പ് പ്രോസസ് കോസ്റ്റിംഗ്. Process costing is suitable for industry where production is continuous. Manufacturing is carried on through different processes. The output of each process becomes the raw material of the subsequent process. This type of costing is applied in case of undertakings engaged in chemicals, oil, cement, flour mills, textiles, etc. അതായത് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഇൻഡസ്ട്രീസാണ് പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി. ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആയിരിക്കും. ഇത്തരം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് കെമിക്കൽസ്, ഓയിൽസ്, സിമെൻറ്റ്, ഫ്ലോർ മിൽസ്, ടെക്സ്റ്റൈൽസ് എക്സെട്ര ഇതൊക്കെ മേക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തത് സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ബ്രിക്ക് വർക്ക്സ് എക്സെട്ര. അതായത് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും യൂണിറ്റ്സ് ഐഡൻറ്റിക്കലും ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ് സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ബ്രിക്ക് വർക്ക്സ് എക്സെട്ര. അടുത്തത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തതാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വേർ ദർ ഈസ് എ മാസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നാച്ചർ ആൻഡ് ദർ ഈസ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. A process may consist of a number of operations and operation costing involves a cost ascertainment for each operation instead of a process.
ഒരു പ്രോസസ്സിൻ്റെ അല്ല കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ്റെയാണ്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് ലൈക്ക് ടോയ് മേക്കിംഗ്, സ്പെയർ പാർട്സ് എക്സെട്ര. ടോയ് മേക്കിംഗ്, സ്പെയർ പാർട്സ് ഇത്തരം ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്ന കോസ്റ്റ് അസർട്ടൈൻ മെത്തേഡ് ഏതാണ്? ഓപ്പറേഷൻ കോസ്റ്റിംഗ്. അടുത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കമ്പനികളാണ്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡാണ്. അടുത്തത് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. This method is used in industries where a number of components are separately manufactured and then assembled into a final product. Example, industries engaged in production of air conditioners, refrigerators, car, motorcycles, etc. AC, ഫ്രിഡ്ജ്, കാറ്, മോട്ടോർ സൈക്കിൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡാണ്. 8 തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ ഇൻഡസ്ട്രീസും ഏത് തരം മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായി പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഒരു കോസ്റ്റിന് 3 എലമെൻറ്റ്സ് ഉണ്ട്: മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. ഓരോന്നിനെയും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് തരംതിരിച്ചിരിക്കുന്നു. അതായത് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും, ലേബർ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, അതർ എക്സ്പെൻസസിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഒരു കോസ്റ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് അതർ എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂട്ടുന്നതാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസസ്. ഓവർ ഹെഡ്സിനെ വീണ്ടും 4ആയി തരംതിരിക്കാം: ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂട്ടുമ്പോഴാണ് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടുമ്പോഴാണ് വർക്ക് കോസ്റ്റ് കിട്ടുന്നത്. വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് റെപ്രസെൻറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടുന്നു. അടുത്തത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഓൺ ദ ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ് കോസ്റ്റ്. അതായത് മെറ്റീരിയലിന് വേണ്ടി ചിലവാകുന്ന കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബറിന് വേണ്ടി ചിലവാക്കുന്നത് കോസ്റ്റ് ലേബർ കോസ്റ്റ്, മറ്റ് എക്സ്പെൻസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വേരിയബിലിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്: ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഇങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട് വേരിയബിലിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ. ആദ്യത്തേത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആർ നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. എക്സാമ്പിൾ റെൻറ്റ് ആൻഡ് റേറ്റ്സ്, ഇൻഷുറൻസ് എക്സെട്ര. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവാത്ത കോസ്റ്റാണ്. അതായത് പ്രൊഡക്ഷൻ്റെ വോളിയം കൂടിയാലും കുറഞ്ഞാലും ആ ഒരു ഫാക്ടറിയുടെ റെൻറ്റ് കൊടുക്കണം, അതുപോലെ ഇൻഷുറൻസ് കൊടുക്കണം. ഇത്തരം കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. അടുത്തത് വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റിനെ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. ദ കോസ്റ്റ് വിച്ച് വേരി ഇൻ ടോട്ടൽ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആർ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്.
ഉദാഹരണം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, പവർ, ഫ്യൂവൽ എക്സെട്ര. അതായത് ഫിക്സഡ് കോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബർ, പവർ, ഫ്യൂവൽ ഇവയുടെ അളവും കുറവായിരിക്കും. ഇത്തരം കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സെമി വേരിയബിൾ കോസ്റ്റ്. The cost which are partly fixed and partly variable are called semi variable cost. Example, telephone charges, depreciation on plant and machinery, repair charges, etc. ഇത് മിക്സഡ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. സെമി വേരിയബിൾ കോസ്റ്റ് ഓൾസോ കോൾഡ് മിക്സഡ് കോസ്റ്റ്. ഒരു പർട്ടിക്കുലർ പോർഷൻ വരെ ഫിക്സഡ് ആയിരിക്കും, അതിനുശേഷം ആ കോസ്റ്റ് വേരി ചെയ്യുന്നു. എക്സാമ്പിൾ ടെലിഫോൺ ചാർജസ്, അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജസ്. ഇത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വരെ ചേഞ്ച് ആവാതെ നിൽക്കും, അതിനുശേഷം ചേഞ്ച് ആവുന്നു. ഇത്തരം കോസ്റ്റുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻഷിപ്പ്. On the basis of relationship, costs are divided into two, direct cost and indirect cost. റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ രണ്ടായി തരംതിരിക്കാം, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, എക്സൈസ് ഡ്യൂട്ടി, റോയാലിറ്റി എക്സെട്ര. ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിൻ്റെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് കോസ്റ്റ്. എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഒരു റോ മെറ്റീരിയൽ എത്ര യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. അതുപോലെ എക്സൈസ് ഡ്യൂട്ടി, റോയാലിറ്റി എക്സെട്ര. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ ജനറൽ കോസ്റ്റ് ആൻഡ് ആർ ഇൻകേർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ നമ്പർ ഓഫ് കോസ്റ്റ് യൂണിറ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. Such costs cannot be conveniently identified with a particular cost unit or cost center. Example, rent, lighting, heating, insurance, etc. റെൻറ്റ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, ഇൻഷുറൻസ് ഇതുപോലെയുള്ള കോസ്റ്റ് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് കൂടുതലായും ചോദിക്കാറ് ഈ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജരിയൽ ഡിസിഷൻ. മാനേജരിയൽ ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് നേടാൻ വേണ്ടി മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ആ സാക്രിഫൈസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഓൺഡ് ബിൽഡിങ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. ആ ബിൽഡിങ്ങിന് കിട്ടുമായിരുന്ന റെൻ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത ടൈപ്പ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. The change in cost due to the change in the level of activity or method of production is known as differential cost. അതായത് ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. കോസ്റ്റ് കൂടുകയാണെങ്കിൽ അത്തരം കോസ്റ്റിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും, ഇനി കോസ്റ്റ് കുറയുകയാണെങ്കിൽ അതിനെ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും പറയുന്നു. ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റമാണ്. ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. അടുത്തത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ദീസ് ആർ കോസ്റ്റ് വിച്ച് അപ്പിയർ ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഒൺലി. എക്സാമ്പിൾ, നോഷണൽ റെൻറ്റ് ചാർജ്ഡ് ഓൺ ബിസിനസ് പ്രിമൈസസ് ഓൺഡ് ബൈ ദ പ്രൊപ്രൈറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ വിച്ച് നോ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പെയ്ഡ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത കോസ്റ്റാണ്. ഇത് കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രമേ കാണുള്ളൂ. ഉദാഹരണത്തിന്, പ്രൊപ്രൈറ്ററിൻ്റെ സ്വന്തം ബിൽഡിങ് ബിസിനസ്സിന് ഉപയോഗിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് പോകേണ്ടത് പ്രൊപ്രൈറ്റർക്ക് തന്നെയാണ്. ഇത് ബുക്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഇത്തരം കോസ്റ്റുകളാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അടുത്തത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ആൻ അസറ്റ് അറ്റ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. നിലവിലുള്ള അസറ്റിന് കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിലേക്ക് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ദിസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ കോസ്റ്റ് വിച്ച് ഇൻവോൾവ്സ് പേയ്മെൻറ്റ് ടു ഔട്ട്സൈഡേഴ്സ്.
ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന ഏതൊരു കോസ്റ്റും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് വേജസ്, റെൻറ്റ്, ഇൻഷുറൻസ് എക്സെട്ര. ബിസിനസ്സിന് പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്ന ഏതൊരു എക്സ്പെൻസും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റാണ്. ഇതിൽ വരാത്ത ഒരു എക്സ്പെൻസാണ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഓൾസോ കോൾഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് കാണാറ് പല സ്ഥലത്തും. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അടുത്തത് കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നതിനുള്ള കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഓവർ ഹെഡ്സ്. ഇത് ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ഓവർ ഹെഡ്സിൻ്റെയും ഒക്കെ ടോട്ടലാണ്. ഇതിൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉൾപ്പെടുന്നില്ല, പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് ഫാക്ടറി കോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. അടുത്തത് സങ്ക് കോസ്റ്റ്. എ സങ്ക് കോസ്റ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ആൻഡ് ഓവർ വിച്ച് മാനേജ്മെൻറ്റ് നോ ലോങ്ങർ ഹാസ് കൺട്രോൾ. പാസ്റ്റിൽ സംഭവിച്ച മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. അടുത്ത ടൈപ്പ് ഷട്ട് ഡൗൺ കോസ്റ്റ്. ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് വിൽ ബി ഇൻകേർഡ് ഈവൻ ഇഫ് ദ പ്ലാന്റ് ഈസ് ക്ലോസ്ഡ് ഡൗൺ ടെമ്പററിലി ഡ്യൂ ടു റോ മെറ്റീരിയൽ ഷോർട്ടേജ്, ലേബർ പ്രോബ്ലം, ഫോളിംഗ് ഡിമാൻഡ് എക്സെട്ര. റോ മെറ്റീരിയലിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ പ്രശ്നം മൂലമോ ഡിമാൻഡിലുള്ള കുറവ് മൂലമോ പ്രൊഡക്ഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചാലും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെൻറ്റ്, റേറ്റ്സ്, ഡിപ്രീസിയേഷൻ, മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ്, ഇൻഷുറൻസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സാലറി ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ് എക്സെട്ര. ഈ എക്സ്പെൻസസ് എല്ലാം കറൻ്റ്ലി പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇത്തരം കോസ്റ്റുകളാണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. അടുത്തത് റെലവൻറ്റ് കോസ്റ്റ്. ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ഏതായാലും അത് റെലവൻറ്റ് കോസ്റ്റ് ആണ്. കോസ്റ്റ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ്. ദീസ് ആർ ഫ്യൂച്ചർ കോസ്റ്റ് ദാറ്റ് വിൽ ചേഞ്ച് ഡ്യൂ ടു മാനേജരിയൽ ഡിസിഷൻ. അടുത്തത് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാനേജരിയൽ ഡിസിഷൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലും കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. മാനുഫാക്ചറിംഗ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിംഗ് കോസ്റ്റ്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റാണ്. മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിനുള്ള കോസ്റ്റാണ്. മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരുന്നത്. ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസ് ചെയ്യാനും ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യാനുമൊക്കെയുള്ള കോസ്റ്റാണ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഈ 3 ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്